നടക്കുന്ന പ്രാർത്ഥനകൾ, അവിടെയുള്ള പ്രാർത്ഥനാ ഹാളുകൾ, അതേപോലെ അവിടുത്തെയുള്ള മതപരമായ ആചാരങ്ങൾ, ഇതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഞങ്ങളുടെ സ്കൂളിൽ അദ്ദേഹത്തിന്റെ സമയമാണ്. കഷ്ടായി പോയിട്ടോ, എത്ര വിഷമം ഉണ്ടാവില്ലേ? ഒരു കാര്യം പറയപ്പെട്ടു പോയി. പറഞ്ഞൊരു കാര്യമുണ്ട്, അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും. അദ്ദേഹം അല്ല ഒരു കണക്ഷൻ കിട്ടിയപ്പോ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിടുന്നതിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്ന് അദ്ദേഹം ഈ സുന്നത്ത്, മുസ്ലിങ്ങളുടെ സുന്നത്ത് കർമ്മത്തെ കുറിച്ചും അത് ബാലാവകാശത്തെ ലംഘിക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ഭരിക്കുന്ന 10 വേണ്ട സംസ്ഥാനം ഉണ്ടല്ലോ, രാജ്യത്ത് നിങ്ങളാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 10 കൊല്ലമായിട്ട്, എന്തേ നിരോധിക്കാത്തത്? നിർത്തി അവമാനിക്കുവാണെന്ന് വല്ലാത്തൊരു ഉദാഹരണം. ഹൈക്കോടതിയിൽ പോയതാണെന്നേ, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. സംഗീതം പഠിപ്പിക്കുന്നു, ഫിസിക്കൽ എക്സസൈസ് ഞങ്ങൾ നൽകുന്നുണ്ട്, അവിടെ ഞങ്ങൾ യോഗ പഠിപ്പിക്കുന്നുണ്ട്, ആയുർവേദത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, നൈതിക ശിക്ഷണത്തെ, നൈതികമായ വിദ്യാഭ്യാസം. ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? നേർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്ന സത്യത്തിൽ ആ നൈതികപരമായ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരം വിശേഷ ദിവസങ്ങളിൽ. ഇത് ഈ ഗുരുപൂജ മാത്രമല്ല, അത് തന്നെയാണ് ആധുനിക മനുഷ്യനായ എനിക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ നടക്കണം നടക്കേണ്ട എന്ന കാര്യത്തിൽ കൂടി നിയമാവലി പുറത്തിറക്കട്ടെ. ആകെ പ്രശ്നമാവും അല്ലേ? കുറച്ച് പ്രശ്നമാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.